इन्हीं रूहानी नजरों से हम हो गए पावन, दिया है बाबा हमको नया जीवन, दिया है बाबा हमको नया। ഇത് ബട്ടിയുടെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പം അതുകൊണ്ട് ദീദി ഇന്നത്തെ ഒരു ദിവസം മുന്നോട്ടുള്ള അതിനെക്കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. तो कुछ मैं आपको, क्योंकि आपने यहाँ भट्टी करी, अपनी अवस्था बनाई है ना, भट्टी करना माना अपनी अवस्था बनाना, अब आपको जाकर वो मेंटेन करना है. അപ്പോൾ ഇവിടെ നമ്മൾ ബട്ടി ചെയ്തു, അവസ്ഥയൊക്കെ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഇതേ ആ ഒരവസ്ഥയെ മുന്നോട്ട് നമ്മൾ അവിടെ പോയാലും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കണം. क्योंकि बाबा कहता है यहाँ से बाहर निकलेंगे तो गेट पर माया वेलकम करने के लिए खड़ी होती है. പലപ്പോഴും ബാബ പറയാറുണ്ടല്ലോ, നിങ്ങൾ ഇവിടുന്ന് വിട്ടാൽ ഗേറ്റ് കടക്കുമ്പോഴേക്കും അവിടെ ആരുണ്ടാകും, മായ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും. इसलिए प्रिकॉशन लेना बहुत जरूरी है. आपने इस भट्टी में बहुत कुछ लर्न किया होगा, रीलर्न किया होगा, बहुत कुछ आपको क्लैरिटी मिली होगी क्लासेस में. आपने अपना सेल्फ एनालिसिस भी किया होगा, कुछ ना कुछ महसूस भी किया होगा, और संकल्प भी आए होंगे, शुभ संकल्प स्व के प्रति कि मुझे अपने में ये चेंजेस लाने हैं. ഇപ്പം ഈ ബട്ടിയിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പുതിയതായി പഠിച്ചിട്ടുണ്ട്, അതായത് വീണ്ടും വീണ്ടും പഠിച്ചിട്ടുണ്ട്. അറിയുന്ന കാര്യം തന്നെ വീണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിൽ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ടാകാം, എൻ്റെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഇനി എന്തെല്ലാം കുറവുകളുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ സങ്കല്പം എടുത്തിട്ടുണ്ടാകാം, എന്നിൽ ഇന്ന മാറ്റം എനിക്ക് കൊണ്ടുവരണം എന്നുള്ളത്. ठीक है ऐसा? അങ്ങനെ തന്നെയല്ലേ? ഇനിയിപ്പോൾ തലയും കൈയും ആട്ടാലോ. आप सबको ये बात भी मालूम होगा कि जो चीज़ जितनी प्योर होती है उतनी ज़्यादा वो मेंटेनेंस मांगती है. നമുക്കറിയാലോ, ഏതൊരു വസ്തു മൂല്യമുള്ളതായിരിക്കുന്നു, അതായത് ശുദ്ധമായിരിക്കുന്നതിന് അതിന് അത്ര തന്നെ നമ്മൾ കരുതലോടെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. जैसे आप देखते हैं आर्टिफिशियल ज्वेलरी को कोई मेंटेनेंस नहीं चाहिए, लेकिन गोल्ड है, सिल्वर है, काला हो जाता, उसके ऊपर वायुमंडल का असर हो जाता तो उसको मेंटेन करना पड़ता. जंगली पौधे होते हैं, अपने आप उग जाते हैं, उनको पानी दो ना दो तो भी खड़े हो जाते हैं, लेकिन तुलसी का बहुत ख्याल रखना पड़ता है. ഇതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ കുറേ വസ്തുക്കളുണ്ടല്ലോ, ഓർണമെൻറ്റ്സ് ആകട്ടെ അതോ മറ്റെന്തെങ്കിലും ആകട്ടെ, അതിനൊന്നും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാറില്ല. അത് കറുത്താൽ എന്താ വെളുത്താൽ എന്താന്ന് പറയും. പക്ഷെ അതേ സമയത്ത് നമ്മൾ സ്വർണ്ണമോ വജ്രമോ അങ്ങനത്തെ വല്ല വസ്തുക്കളോ അഥവാ ആഭരണങ്ങളോ ഉണ്ട് എങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അന്തരീക്ഷം കാറ്റുകൊണ്ട് ചിലത് കറക്കും. അങ്ങനെ പല രീതിയിലും അതിന് കുറവ് വരുമ്പോൾ നമ്മൾ അതിനെ വളരെയധികം സൂക്ഷിക്കും, എല്ലാ വർഷവും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കാട്ടുചെടികളാണെങ്കിൽ അതിന് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് തന്നെ വളർന്നു വരും. പക്ഷെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ചെടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിന് വളം സമയാസമയം വെള്ളം കൊടുക്കണം, കളകളൊക്കെ പറക്കേണ്ടതായി വരാറില്ലേ? जैसे बाबा ने भी हमारी वाइट ड्रेस बनाई है और दुनिया में लोग काले कपड़े ही पहनते हैं क्योंकि मेंटेनेंस कम चाहिए, और बाबा ने हमारी वाइट ड्रेस बनाई है. लोग हैरान होते हैं आप वाइट कैसे मेंटेन कर लेते हैं. അതുപോലെ ബാബ നമുക്ക് യൂണിഫോം തന്നിരിക്കുന്നത് വൈറ്റ് ഡ്രസ്സാണ്. ലോകത്തിലുള്ളവർ കറുത്തത്, അതായത് കടുത്ത
നിറമുള്ളതാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. കാരണം അതിന് അധികമൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരില്ലല്ലോ, തട്ടാളും മുറ്റാളും കറിയാവോ ചെളിയാവോ എന്നുള്ളത്. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് അത് ഈസിയാണ്. ഇപ്പോൾ പുറമേ ഉള്ളവർ ചോദിക്കില്ല നിങ്ങൾ എങ്ങനെ ഈ വെള്ള വസ്ത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. इसीलिए बल हम ज्ञान में आते हैं, 7 दिन का कोर्स करते हैं, ज्ञान समझ आ जाता है, हम धारणाएं भी करते हैं। लेकिन क्योंकि अभी तक माया का राज्य है और हमें अपनी प्योरिटी मेंटेन करनी है, तो इसीलिए बाबा हमें कहता है कि जब तक संगम युग है तब तक आपको ज्ञान अमृत पीना है, धारणाओं पर अटेंशन देना है, श्रीमत पर चलना है। उसका मेन कारण यही है कि जब तक हमारा राज्य नहीं आ जाता तो माया कभी भी हमारे को दूषित कर सकती है। അതുപോലെ സ്ഥൂലമായ കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാറുണ്ട്, അതിപ്പോൾ വസ്തുവായാലും വസ്ത്രമാണെങ്കിൽ പോലും. അതുപോലെ തന്നെ ദീദി പറയാണ് നമ്മുടെ ജീവിതത്തിലും പവിത്രതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം അത് എല്ലാ കാര്യത്തിലാണെങ്കിലും. പക്ഷേ നമുക്കറിയാം എപ്പോഴും അത് ഒരുപോലെ നമുക്ക് പാലിക്കാൻ പറ്റണമെന്നില്ല. കാരണം ഒന്നാമത് അന്തരീക്ഷത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും അവസ്ഥ അത്രയധികം തമോപ്രധാനമായതുകൊണ്ട് തന്നെ. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളുടെ സ്ഥിതി അത്തരത്തിൽ മായാൽ പുറമെയുള്ളതിൽ നിന്നും നമ്മളുടെ സ്ഥിതി ഒരിക്കലും നമ്മളുടെ കുറവുകളിലൂടെ ആകട്ടെ അതോ മറ്റുള്ള വാതാവരണത്തിലൂടെ ആകട്ടെ ഒരിക്കലും ദൂഷിക്കപ്പെടരുത്. ആ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. तो इसीलिए पहली बात जो हमें करनी है वो है, बाबा कहता है अटेंशन। जैसे हमारे सफ़ेद कपड़े हैं तो कहीं भी कीचड़ आता है तो हम अटेंशन रखते हैं कि हमारे कपड़े गंदे ना हो जाए। उसी तरह से भट्टी से आपने जो अवस्था बनाई है तो उसको मेंटेन करने के लिए अटेंशन रखना है ना। अब किससे अटेंशन रखना है? ഇപ്പം ഏതുപോലെ നമ്മൾ ഒരു വസ്തുവിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എത്രമാത്രം അത് ശ്രദ്ധ കൊടുക്കാറുണ്ട്. ഇപ്പോൾ വെള്ള വസ്ത്രമാണെങ്കിൽ പോലും നമ്മൾ എവിടെയും തട്ടിമുട്ടി ചെളിയാവരുത്, അത്രയും ശ്രദ്ധ കൊടുക്കുന്നത് പോലെ നമ്മൾ ഈ ഭട്ടിയിൽ എത്രമാത്രം നമ്മുടെ അവസ്ഥയെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, നല്ലൊരു അവസ്ഥയെ. അതുപോലെ ആ കാര്യത്തിലും ശ്രദ്ധ വേണം. അതെവിടെയും എന്താകരുത്, മോശമാകരുത്, ചീത്തയാകരുത് എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. तो वो अटेंशन बाबा कहता है 3 पर से अटेंशन रखना है। എന്ത് കാര്യത്തിലാണ് നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടത്, ശ്രദ്ധ എന്ത് അവസ്ഥയെ മോശമാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, അത് 3 അറ്റൻഷനെ കുറിച്ച് ദീദി പറയാണ്. ബാബ പറഞ്ഞ പോയിന്റ് वो 3 पर है, पर चिंतन, पर दर्शन और पर मत। പരചിന്തനം, പരമതം, പരദർശനം. പരചിന്തനം, പരദർശനം, പരമത്ത്, 3 पर। क्योंकि ये तीनों पर क्या करेंगे, जो आपने इस बड्डी में अपने आप अवस्था बनाई है, जो ये इतना समय निकालकर आपने अपना शुद्धिकरण किया है, ये 3 पर क्या करेंगे, आपकी सारी मेहनत, जिसको बाबा कहते हैं की कमाई चट, आपकी सारी मेहनत जो है मिट्टी में मिल जाएगी। അതായത് ഈ ഭട്ടിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത അവസ്ഥകൾ എന്തൊക്കെയുണ്ട്, നല്ലൊരു സ്ഥിതി അവസ്ഥ മനസ്സിൻ്റെയൊക്കെ. അപ്പം ഇത്രയൊരു ദിവസത്തിൻ്റെ പരിശ്രമം, ഇത്രയും നമ്മൾ നേടിയ സമ്പാദ്യം, ഇതെല്ലാം ഒറ്റയടിക്ക് വെള്ളത്തിൽ കളഞ്ഞു കളയും, അല്ലെങ്കിൽ മണ്ണിൽ മണ്ണായി പോകുന്ന പോലെ. ഏതാണ് ചെയ്യുന്നത്, പറഞ്ഞാൽ പരചിന്തനം, പരദർശനം, പരമത്ത്. അത് അതാണ് ഉള്ളതെങ്കിൽ ഇത്രയും ദിവസം ചെയ്തതൊക്കെ എന്താകും, ഒന്നും ഇല്ലാതായിപ്പോ. तो ये टेंशन रखेंगे सभी, हाँ? അപ്പൊ ഈ കാര്യത്തിന്റെ ശ്രദ്ധ നിങ്ങളെല്ലാം കൊടുക്കില്ലേ? ഇനി കൈ ഉയർത്തല്ലോ. पर चिंतन और परदर्शन में, पर चिंतन मैं तीनों का बता देती हूँ। पर चिंतन होता है कि जब हम किसी दूसरे की बुराइयों के बारे में आपस में डिस्कशन करते हैं, या तो मैं अपने मन में उसका चिंतन कर रही हूँ उसकी बुराइयों का, अवगुणों का, या हम 2 लोग मिलकर आपस में उसकी बुराई कर रहे हैं,
उसको कहा जाता है पर चिंतन। അപ്പം നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം, നമ്മൾ ഈ കാര്യം ചെയ്യരുതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം അതിനെക്കുറിച്ച് അറിയണം. അപ്പം പരചിന്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദീദി പറയാണ്, ഒന്നില്ലെങ്കിൽ ഞാനത് മറ്റുള്ളവരുടെ കുറ്റം കുറവുകളെ മനസ്സിലിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക. രണ്ടാമത്തെ ഡിസ്കഷൻ ചെയ്യുക മറ്റൊരാളായിട്ട്, അവരുടെ കുറ്റങ്ങളും കുറവുകളും അതാണ് ഇതാണെന്നൊക്കെ ഡിസ്കഷൻ ചെയ്യുന്നതാണ് പരചിന്തനം. अब जैसे बाबा कहता है कि दूध में अगर मधानी चलाओगे, चिंतन करना माना चर्निंग, तो अगर आप दूध में मधानी समझते हैं चलाएंगे तो मक्खन निकलेगा। अगर आप वही मधानी कीचड़ में चलाएं तो अपने ऊपर छींटे पड़ेंगी। तो पर चिंतन माना कि हम उसके कीचड़ को ले करके उसमें मधानी चला रहे हैं और उसकी सारी छींटे मेरे ऊपर पड़ रही हैं. നല്ലൊരു ഉദാഹരണമാണ് ദീദി പറഞ്ഞിരിക്കുന്നത്. ഏതുപോലെ നമ്മൾ പാലിൻ്റെ പാടെടുത്ത് കടയുമ്പോൾ, അല്ലെങ്കിൽ തൈര് കടഞ്ഞാൽ, തൈര് കടയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിലൂടെ വെണ്ണ കിട്ടും അല്ലേ? അതേ സമയത്ത് നമ്മൾ ചെളിയിലിട്ട് ഈ കടയുന്ന സാധനം കൊണ്ട് കടഞ്ഞാലോ ആ ചെളി മൊത്തം എൻ്റെ മീത്താവും. അതുപോലെ തന്നെയാണ് പറയുന്നത്, മറ്റുള്ളവരുടെ കുറ്റം കുറവുകളെ ഞാൻ എത്രത്തോളം കടയുന്നുവോ ആ കുറ്റം കുറവുകൾ അവരിലുണ്ട്, ശരി തന്നെ, അത് പിന്നീട് എന്താകും? അത് എൻ്റേതായിട്ട് മാറും. പറഞ്ഞാൽ എൻ്റെ മീത്തത് പതിയും. ठीक है, एक तो ये अटेंशन रखना है ना. അപ്പോൾ ഒന്ന് നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധ വെക്കണം. ഏത് കാര്യത്തിൽ? പരചിന്തനം കുറേയും കൂടി കൂടുതൽ വേണമെന്ന്. अब ज़्यादा नहीं करना है ना परचिंतन. तो परचिंतन पाड़िला नहीं, ज्यादा नहीं करना ही नहीं है. ज्यादा कम क्या होता है? ऐसे थोड़ी ना ज्यादा जहर नहीं पीना, थोड़ा सा पी सकते हैं. जहर तो जहर है, जहर की एक बूंद भी नुकसानकारक है. അപ്പം വ്യക്തമായില്ലോ, ചെറിയ വിഷം പോലും കഴിക്കാതെ പിന്നീട് വലിയ വിഷമാകും. അതുകൊണ്ട് അല്പം പോലും പരചിന്തനം പാടില്ല. और पर दर्शन होता है कि मैं कोई जो है सपोज ब्राह्मण ही है वो, है ना. अभी तो अज्ञानी को तो छोड़ ही दो, क्योंकि अज्ञानी से आप पर सब पास हो चुके हैं, मुझे मालूम है. आपके सामने जो पर चिंतन भी होता होगा वो ब्राह्मणों का ही होता होगा. ठीक है, पर दर्शन भी किसका होता है? ब्राह्मणों का. हम पर दर्शन माना कोई ब्राह्मण गिर गया है अपनी अवस्था से, अब वो श्रीमत पर नहीं चल रहा है, अपनी अवस्था से गिर गया है ना. अब मैं क्या कर रही हूँ? मैं उसको देख रही हूँ, और देख करके क्या कर रही हूँ? उसके लिए अशुभ भाव पैदा कर रही हूँ. और इतना ही नहीं, उसको फिर जगह जगह सुना भी रही हूँ. तो वो हो गया पर दर्शन. ഇപ്പം പരദർശനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മൾ അജ്ഞാനികളെ വിട്ടേക്ക്, അജ്ഞാനികളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചൊക്കെ പാസ്സായി, അവർ വിട്ടേക്കെന്ന് വിട്ട് കളയും. പക്ഷെ ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ബ്രാഹ്മണർക്കിടയിലുള്ള കാര്യമാണ്. ബ്രാഹ്മണരെ കുറിച്ചാണല്ലോ നമ്മൾ പരചിന്തനം ചെയ്യുന്നത്. അതുപോലെ തന്നെ പരദർശനം എന്ന് പറഞ്ഞാൽ ദീദി വ്യക്താക്കാണ്, ബ്രാഹ്മണർക്കിടയിൽ ആരെങ്കിലും അത്തരത്തിലുള്ള ബ്രാഹ്മണൻ ചില കാരണത്താൽ വീണ് പോയിട്ടുണ്ട്, പറഞ്ഞാൽ അവരുടെ അവസ്ഥയിൽ നിന്ന് അവർ താഴോട്ട് വന്നിട്ടുണ്ടാകാം. ഒന്ന് അതിനെക്കുറിച്ച് അവരെ കണ്ടുകൊണ്ടിരിക്കുക, അവർ വീണല്ലോ, അവരെ കുറിച്ച് അശുഭ ഭാവന മനസ്സിൽ വരിക, അയാൾ അങ്ങനെ ചെയ്ത അയാളാണ്, അതുകൊണ്ട് അയാളെ നമ്മുടെ കൂട്ടണ്ട എന്നുള്ള മട്ടിൽ അവരോട് വെറുപ്പ് എന്നുള്ള രീതിയിലേക്ക് വരാം. രണ്ടാമത്തത്, മറ്റുള്ളവർ അറിയില്ലല്ലോ ഇവരെന്താ ചെയ്തതെന്ന്. പിന്നെ നമ്മൾ അറിഞ്ഞ കാര്യം എന്താ ചെയ്യുക? അവരോട് പറയാം, ദേ അയാളില്ലേ, ദാ ബ്രദറില്ലേ, ദാ സിസ്റ്ററില്ലേ, അവരിങ്ങനെ ചെയ്തതാണ്. അപ്പം അതിനെയാണ് പരദർശനം എന്ന് പറയുക. जिसको मम्मा कहती थी कि सामने वाला उल्टी कर रहा है और आप क्या कर रहे हो? उसको देख रहे हो कि वो उल्टी कर रहा है, और फिर उस उल्टी को उठा करके इधर उधर फेंक रहे हो. मम्मा ये कहती थी. अब बताओ, कोई उल्टी को देखता है? അപ്പം മമ്മ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. പരദർശനം ആരെങ്കിലും ഈ കുറ്റം വന്നിട്ട് മമ്മയോട് പറയുമ്പോൾ മമ്മ പറഞ്ഞു കൊടുക്കാറുണ്ട്, നോക്ക്, നിന്റെ മുന്നിൽ ഒരാൾ അവർക്ക് എന്തോ വയ്യായ്ക കൊണ്ട് ഛർദ്ദിച്ചു എന്ന് വിചാരിച്ചോല്ലോ, എന്നിട്ട് ഈ ഛർദിയൊക്കെ അവരുടെ കുറ്റം മറ്റുള്ളവരോട് പറയാന്ന് വിചാരിച്ചാൽ അവർ ഛർദ്ദിച്ചതിന് എടുത്തിട്ട് നാടാകെ പരത്തുക, അത് ശരി നല്ല കാര്യമാണോ? तो उस समय ये सीन लाना कि वो उल्टी कर रहा है,
तो अपने आप ही उसको नहीं देखोगे। അപ്പം അതേപോലെ തന്നെ ആരെങ്കിലും നിങ്ങളോട് അത്തരത്തിൽ മറ്റുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ, അവരുടെ വീഴ്ചയെക്കുറിച്ച് പറയാൻ വരുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ബോധത്തിൽ വരണം, അവർ ഛർദ്ദിക്കുകയാണ്, അത് ഞാൻ നോക്കണ്ട എന്നുള്ളത്. अब परमत क्या होता है? परमत में दो बातें आती हैं, एक मनमत आती है और दूसरी परमत आती है कि जो ज्ञान के श्रीमत के विरुद्ध आपको कोई मत दे रहा है, क्योंकि ब्राह्मण सारे तो श्रीमत पे नहीं चलते हैं। നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്യാം. ഇല്ല, ക്ലാസ്സിൽ പറയും. क्या हो गया? अगर इधर ऐसे कर रहेंगे तो आप किसके बात को मानेंगे? अच्छा, റിലാക്സ് റിലാക്സ് റിലാക്സ്. ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. कोई बात नहीं. हाँ हाँ, कोई बात नहीं, कोई बात नहीं. ये भी सीन आ गया, प्रैक्टिकल सीन आया ना, तो देखते हुए सुनते हुए नहीं सुनना. ठीक है. अब तीसरी बात जो है, जो बाबा कहता है परमत, तो उसमें एक तो हमारी मनमत आ जाती है. मनमत माना जो श्रीमत के विरुद्ध है. मन माना जो रावण की मत है. मन रावण की मत पे चल रहा है और मैं उस पर उसको फॉलो कर रही हूँ, या कोई और मुझे परमत दे रहा है, अर्थात रावण की मत दे रहा है, चाहे वो रूप उसने ब्राह्मण का ही पहना हुआ है. जैसे हम सब जानते हैं, सभी इधर देखें, रिलैक्स हो जाएं, बिल्कुल भूल जाएं. അങ്ങോട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ശ്രദ്ധ വേറെ എവിടെയും പോകരുത് എന്നാണ് സിസ്റ്റർ എന്താണ് അനുഭവയുക്തമായിട്ടല്ല പറയുന്നത്, പ്രാക്ടിക്കലായ കാര്യങ്ങൾ. അപ്പം അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വേണം. നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ പോവുക, അത് ശരിയല്ല. है ना? तो वो जो रावण की मत है, हम सब जानते हैं कि रावण अपने असली रूप में सीता को हरण करने नहीं आया था, वो ब्राह्मण बन के ही आया था. रावण रावण बन के नहीं आया था. तो इसी तरह से आपको भी परमत देने वाला ब्राह्मण बनकर ही आएगा, रावण बनकर नहीं आएगा, ये याद रखना. അപ്പോൾ മൂന്നാമത്തെ കാര്യമാണ് പരമത്ത്. അപ്പോൾ പരമത്തത്തിൽ രണ്ട് കാര്യം വരാറുണ്ട്. ഒന്ന് മന്മഥം വരാറുണ്ട്, രണ്ടാമത്തത് പരമതം. അപ്പം മന്മഥം എന്ന് പറയുമ്പോൾ മനസ്സിന് തോന്നിയ മതം നമ്മൾ പറയും. ഇപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ ആരുടെ പിടിയിലാണ്? രാവണൻ്റെ. അപ്പം രാവണൻ നൽകുന്ന മതം അത് ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യമായിരിക്കും, അതോ മറ്റ് ആരെങ്കിലും ബ്രാഹ്മണൻ തന്നെ ആ വഴിയിലേക്ക് പോകാനുള്ള മതം നൽകുക. അതാണ് ഉദാഹരണം പറഞ്ഞത്. സീതയെ കൊണ്ടുപോകാൻ വേണ്ടി രാവണന്റെ രൂപത്തിലല്ല വന്നത്. സീതയെ കൊണ്ടുപോകാൻ വേണ്ടി രാവണൻ ബ്രാഹ്മണന്റെ രൂപത്തിൽ, അല്ലേ, എന്താണ്, ഒരു സന്യാസിയുടെ രൂപത്തിൽ വന്നു, ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പം അതേപോലെ ദീദി പറയാണ്, പരമതവും കൂടി നമ്മുടെ മുന്നിൽ വരുന്നത് ബ്രാഹ്മണന്റെ രൂപത്തിൽ തന്നെയായിരിക്കും. അതായത് ബ്രാഹ്മണർ തന്നെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ശ്രീമതത്തിനും ബാബയുടെ ജ്ഞാനത്തിനും വിരുദ്ധമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നതാരോ അവരാണ്, അതാണ് പരമത്ത്. है ना? ऐसा कई बार होता है कि एक ब्राह्मण जो खुद गिरा हुआ होता है, माया के चक्कर में आया होता है, वो सोचता है मैं तो आया हूँ, दो चार और को भी अपने साथ ले लूँ माया के चक्कर में. तो वो उनको ये मत देता है कि कोई बात नहीं, बाबा बोलता है मुरली में, आपको जो मन करता है वो करो, ऐसा थोड़ी ना है, वो तो बाबा बोलता है मुरली में, कोई बात नहीं, है ना? वो सुनते हुए भी नहीं सुननी है बात, आपको जो अच्छा लगता है वो करो. तो बहुत मीठे रूप से आपको डायरेक्शंस देंगे. तो इसलिए हमें इससे बहुत बहुत खबरदार रहना है.
അതായത് പേരുകൊണ്ട് രൂപം കൊണ്ട് ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്നവരായിരിക്കാം. പക്ഷേ ബ്രാഹ്മണനാണെങ്കിലും പോലും ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയ ചില കാരണം കൊണ്ട് അവർ ചിലപ്പോൾ പുറത്താക്കപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ സ്വയം പുറത്തു പോയവരായിരിക്കാം, അവരുടെ തന്നെ വീക്ക്നെസ് കൊണ്ട് കാരണമായിരിക്കാം. അപ്പം അവരെന്ത് വിചാരിക്കും, ഞാൻ പോയില്ല രാവണൻ്റെ കൂടെ, അതുകൊണ്ട് കുറച്ച് പേരെയും കൂടി ഞാൻ കൂട്ടാന്ന് എന്ന ബോധത്തോടു കൂടി അവർ എന്ത് ചെയ്യും, ആരാണോ റെഗുലറായിട്ട് പോകുന്നത്, റെഗുലറായിട്ട് പാലിക്കുന്ന കുട്ടികൾ അവരുടെ അടുത്ത് നല്ലൊരു പെരുമാറ്റമായിരിക്കും അവരുടെ ഉണ്ടാകുക. എന്നിട്ട് അവർ പറയും, ബാബ ഇത് എത്ര കാലമായി പറയുന്നത്, പക്ഷെ നമുക്ക് എന്താ തോന്നുന്നത്, നമുക്ക് ശരിയെന്ന് വെച്ചത് നമ്മൾ ചെയ്യുന്നു, അതുപോലെ ചെയ്താൽ മതി എന്നുള്ള ആ രീതിയിൽ വളരെ മധുരമായി തന്നെ പരമതം കൊടുക്കുന്നവരും ഉണ്ട്. जिसको बाबा कहता है संग तारे कुसंग बोरे, അതാണ് ബാബ എപ്പോഴും പറയാറുള്ളത്. നല്ല കൂട്ടുകെട്ടുകൾ നമ്മൾ ഉയർത്തുമ്പോൾ തെറ്റായ കൂട്ടുകെട്ടുകൾ നമ്മളെ പതനത്തിലേക്ക് നയിക്കും. इसलिए हमें संग की बहुत 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 ध्यान रखना है. അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ, അതിപ്പോൾ ബ്രാഹ്മണരുടെ കൂട്ടുകെട്ടാണെങ്കിൽ തന്നെ ആ കൂട്ടുകെട്ടുകളെ കുറിച്ച് നല്ലൊരു ബോധം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകണം, ശ്രദ്ധ ഉണ്ടാകണം. मैं आपको एक अपने बचपन का किस्सा सुनाती हूँ, संग के ऊपर ही है कि कैसे संग से बचना होता है. हम बहुत छोटी थी, मैं समझती हूँ 4वीं या 5वीं क्लास में पढ़ती थी. तो हमारे साथ में पड़ोस में एक मेरी फ्रेंड जैसी थी, वो थी बच्ची, वो भी मेरे उम्र की थी और वेल ऑफ फैमिली से थी, बहुत अच्छे घर से थी. तो एक दिन उसने मुझे कहा कि मार्केट चलना है. मैंने कहा हाँ मुझे भी बुक्स खरीदनी है. तो उसने कहा मुझे भी खरीदनी है. तो हमने मार्केट गए बुक खरीदने, एक नोटबुक खरीदनी थी. तो उसके साथ मैं नोटबुक खरीदने और कुछ पढ़ने वाली किताबें खरीदने स्टोर पे गई. तो जब मैं स्टोर पे गई तो उसने दुकानदार को कहा किताबें दिखाने को, तो वो किताबें दिखाई उसने. तो उसने क्या करा कि वो किताब मेरे हाथ में जो थैला था उसमें डालती जाए वो किताब, एक एक उस 10 किताब मांगे और वो मेरे थैले में डाल दे. तो मैं तो घबरा गई कि ये क्या कर रही है. तो वो मैंने कहा ये, तो बोली चुप 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 चुप, ये कर क्या रही है. तो उसने ले करके, तो फिर उसके बाद दुकान वो मेरे को चुप करा कर बाहर ले आई. तो मैंने कहा ये तो आपने चोरी करी है. तो बोली कुछ नहीं होता, तुम अब जो ये पैसे हैं ना इसको अब कहीं और हम खर्च करेंगे, है ना. तो मैंने वो दिन उसके बाद समझ लिया कि इस कन्या के साथ मुझे अब कभी भी कनेक्शन नहीं रखना, इसका संग ठीक नहीं है. एक बार धोखा खा लिया, अब जब समझ आ गया कि ये व्यक्ति अच्छा नहीं है, मुझे गलत दे रहा है, तो पहली बार तो नहीं पता चलता है, किसी के चेहरे पे तो नहीं लिखा है, लेकिन अगर अनुभव हो जाए तो क्या करना चाहिए, उससे दूर हट जाओ. കൂട്ടുകെട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ തെറ്റായ കൂട്ടാണ് തിരഞ്ഞെടുക്കുന്നെങ്കിൽ അവർ പറയുന്ന അനുസരിച്ച് അങ്ങ് പോകും. അപ്പം അതുകൊണ്ട് ദീദിയുടെ ഒരു ഉദാഹരണം പറഞ്ഞു തരാണ്. ദീദി കുട്ടിക്കാലത്ത് ഒരു 5-6 ക്ലാസ് പഠിക്കുന്ന സമയത്ത് അതേ പ്രായത്തിലുള്ള ഫ്രണ്ട് തൊട്ടടുത്തുണ്ടായിരുന്നു. അത് വലിയ നിലയിലുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആ കുട്ടി വന്ന് ദീദിയോട് പറഞ്ഞു, എനിക്ക് മാർക്കറ്റിലൊന്ന് പോകണം, കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ദീദിയും പറഞ്ഞു ശരി എനിക്കും കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ മാർക്കറ്റിലേക്ക് ചെന്നപ്പോൾ അവർ വിലയൊക്കെ ചോദിക്കാൻ തുടങ്ങി, ആ പുസ്തകം ഈ പുസ്തകം എന്നൊക്കെ. അപ്പോൾ ആ കടക്കാരൻ അതിനനുസരിച്ച് അവിടെ എടുക്കാൻ നോക്കുമ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യും, 10 പുസ്തകം എടുത്തിട്ട് പറഞ്ഞു ഓരോ പുസ്തകം പതുക്കെ പതുക്കെ ഈ കുട്ടിയുടെ സഞ്ചിയിൽ ഇടാൻ തുടങ്ങി. അപ്പോൾ ദീദിക്ക് മനസ്സിലായിട്ടില്ല, അതെ ഈ കുട്ടിയല്ലേ. അപ്പോൾ ഈ ദീദിയുടെ സഞ്ചിയിൽ ഇടാൻ തുടങ്ങി. അപ്പോൾ ദീദിയുടെ സഞ്ചിയിൽ ഇടാൻ തുടങ്ങി, ദീദിയുടെ ഉള്ളിൽ ഒരു പേടി വരാൻ തുടങ്ങി. ഇതെന്താ നീ ചെയ്യുന്ന, എല്ലാം എൻ്റെ സഞ്ചിയിലിടുന്നതെന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു മിണ്ടരുതെന്ന് പറഞ്ഞേന്ന്. കുറേ കഴിഞ്ഞ് ഈ 10 പുസ്തകം സഞ്ചിയിലായപ്പോൾ അവിടുന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ ദീദി പറഞ്ഞു നീ ഇത് ചെയ്ത തെറ്റല്ലേ, നീ ചെയ്തത് കളവല്ലേ, അതായത് ഉടമസ്ഥൻ അറിയാതെ പൈസയും കൊടുക്കാതെ എടുത്തുകൊണ്ട് വരിക പറഞ്ഞ തെറ്റല്ലേ. നമ്മൾ പറഞ്ഞു നീ മിണ്ടാതിരിക്കുക, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ആ പൈസ എടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും സാധനം മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 1-2 പ്രാവശ്യം, അതായത് ഒരു വ്യക്തിയുടെ മുഖം കാണുമ്പോൾ അറിയില്ലല്ലോ, നല്ല ചിരിയും ഉണ്ടാകും, നല്ല രീതിയിൽ പെരുമാറ്റം ഉണ്ടാകുമ്പോൾ അറിയില്ലല്ലോ ഇങ്ങനത്തെ ഒരു സ്വഭാവം
സ്വഭാവം ഉണ്ട് എന്നുള്ളത് അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ വന്നതോടെ അന്ന് മുതൽക്ക് ആ കൂട്ടവിടെ വേണ്ടാന്ന് വെച്ചു എന്ന്. അതുപോലെ തന്നെയാണ് ഈ പരമതത്തിൻ്റെ കാര്യം. तो इसीलिए हमें कोशिश यही करनी चाहिए कि उनके संग से दूर रहें. तो ये है परमत. और बाबा कहता है एक चौथा पर है जिसको आपको अपनाना है, वो पर है पर उपकार. അപ്പം അത് പരമതാണ്. അതായത് അവർക്ക് തോന്നിയ പോലെ നടക്കുമ്പോൾ നമ്മളെയും അവരുടെ കൂട്ടത്തു കൂടി അവരുടെ വഴിയിലൂടെ നടത്തിക്കൊണ്ടാനുള്ള നേതൃത്വം അവർ തരുമായിരിക്കും. പക്ഷേ നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ട ഒരു പറഞ്ഞ 3 പരത്തിൽ ഒരു പരം കൂടി ഉണ്ടല്ലോ. ആ പരാണ് പരോപകാരം. കൂട്ടുകെട്ടിൽ അത് ഒരെണ്ണം ഉണ്ടാവുമല്ലോ. അപ്പൊ പരോപകാരം നമുക്ക് പഠിക്കാം. ठीक है. एक तो और बाबा ये भी कहता है कि सी फादर फॉलो फादर ना. हमको बाबा की ये हमें डायरेक्शन है कि अगर कहीं भी समझ ना आए कि मुझे क्या करना है तो ब्रह्मा बाबा को देखो कि इस परिस्थिति में ब्रह्मा बाबा ने क्या किया था, है ना. ब्रह्मा बाबा की हिस्ट्री तो हम सब ने सुनी है और सुनते ही रहते हैं. तो हमें जो ब्रह्मा ने किया, क्योंकि हम ब्रह्मा बाबा के बच्चे हैं, ब्रह्मावंशी हैं, ब्राह्मण हैं, तो हमें ब्रह्मा बाबा ने जो किया है हमें वो करना है. അപ്പം നമ്മൾ സ്വീകരിക്കേണ്ടത് പരമാത്മ മതമാണ്. അതായത് ബാബ എന്താ പറഞ്ഞിരിക്കുന്നത്? സി ഫാദർ ഫോളോ ഫാദർ എന്നാണ്. അപ്പോൾ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണരാണ് നമ്മൾ. അപ്പോൾ ബ്രഹ്മബാബ എന്താണ് ചുവടുകൾ വെച്ചത് ആ ചുവടിന്മേൽ വെച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ബ്രഹ്മബാബ എന്ത് ചെയ്തോ അതിലൂടെ നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. तो एक हमें इस बात पर अटेंशन देना है. दूसरी बात, ब्राह्मण लाइफ में हम सब बाबा के बच्चे हैं, हम ब्राह्मण बन गए हैं. और मेरा ये अपना पर्सनल अनुभव है कि ब्राह्मण माना जिसकी दिनचर्या हो, है ना, कि ब्राह्मण माना दिनचर्या वाला, डिसिप्लिन लाइफ. तो बाबा ने हम बच्चों का बहुत सुंदर एक डिसिप्लिन, एक दिनचर्या बनाई है, जो बाबा ने स्वयं भगवान ने बनाई है. हमारी दिनचर्या ना भगवान ने बनाई ना, हमारी दिनचर्या स्वयं शिव बाबा ने हमारी ये दिनचर्या बनाई है. तो भगवान ने हमारी जो दिनचर्या बनाई है उस दिनचर्या पे हमें चलना है. अगर हम उस दिनचर्या पे चलते हैं तो मेरा ये अनुभव है हम सदा सदा माया से सेफ है. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞത് ഈ 3 പറഞ്ഞാല് പരമത്വം, പരചിന്തനം, പരദർശനം, ഇതിൽ നിന്നെല്ലാം ഉപരി നമ്മൾ പരോപകാരം, അതുപോലെ പരമാത്മ മതം പാലിക്കുക എന്നുള്ളത്. രണ്ടാമത് നമ്മൾ ഇനി പോയതിനു ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത്, ബ്രാഹ്മണൻ എന്ന് പറയണമെങ്കിൽ ദിനചര്യ പാലിക്കുന്നവൻ പറയാറില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ലൈഫ്, അച്ചടക്കമുള്ള ജീവിതം നയിക്കുന്നവൻ എന്ന്. അപ്പോൾ എന്താണ്, ദിനചര്യ പാലിക്കുന്നവനാരോ അവരാണ് ബ്രാഹ്മണൻ. അപ്പോൾ ബാബ നമുക്ക് എന്തെല്ലാം ദിനചര്യ നൽകിയിട്ടുണ്ട്? ഒന്ന് അമൃത് വേള യോഗ. അപ്പോൾ ദിനചര്യ പാലിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും മായയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ ദിനചര്യ പാലിക്കുന്നവനാരോ അവരെപ്പോഴും മായയിൽ നിന്നും സദാ സേഫ് ആയിരിക്കും, സുരക്ഷിതരായിരിക്കും. तो दिनचर्या हमारी बाबा ने जो बनाई है उसमें 2-4 बातें ही हैं, बहुत ज़्यादा तो नहीं है. बड़ी सिंपल सी दिनचर्या है. क्या दिनचर्या है कि अमृत वेला बच्चों को उठना है और अमृत वेला योग करना है. तो अभी जो आप सब आपकी दिनचर्या इसीलिए भट्टी करी जाती है कि भट्टी में अगर किसी भी ब्राह्मण की दिनचर्या ऊपर नीचे हो गई है तो ये 6 दिन भट्टी में उसको उस दिनचर्या में सेट हो जाए, है ना, और अनुभव भी हो ना. क्योंकि यहाँ तो जब भट्टी में आते हैं तो उस दिनचर्या में रहते हैं, अमृत वेला सब करते हैं. तो अभी पास्ट का मैं नहीं पूछती हूँ, पास्ट इज पास्ट. बाबा कहता बीती सो बीती. अब मुझे आप ये बताएं कि कौन यहाँ से ये संकल्प लेकर जा रहे हैं कि अब हम, अगर ऊपर नीचे भी पास्ट में हुआ हो, कि हम अमृत वेला रोज करेंगे.
അതായത് ദിനചര്യയിൽ ഒന്നാമത്തേതാണ് അമൃത് വേള. അപ്പൊ അമൃത് വേള അപ്പൊ കൈയെടുക്കാത്തവരെന്താ അമൃത് വേള ചെയ്യാറില്ലേ? ഇന്ന് മുതൽ സങ്കല്പം, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇതുവരെ ചെയ്തോ ചെയ്തില്ല അതൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ ഇന്ന് പോയതിനു ശേഷം ഞാൻ റെഗുലർ ആയിട്ട് അമൃത് വേള ചെയ്യും എന്ന് സങ്കല്പെടുത്ത് പോകുന്നവർ കൈ ഉയർത്താൻ. अच्छा, सभी ने हाथ उठाया. बहनें तो करती ही हैं, तो ना ठीक है, तो मेंटेन करेंगे ये अपना दिनचर्या. हाँ, आपको बाबा ताकत देगा, मेरा ये अनुभव है. मैं कल भी वहाँ यादवगिरी गई थी, वहाँ मैंने वहाँ दिल्ली की सेवा का अनुभव सुनाया था. तो उसमें मैं आपको बताती हूँ, कई लोग सोचते हैं हम सारा दिन इतने बिजी रहते हैं, ये है वो है. तो हम लोग भी सेवाओं में बहुत बिजी रहते हैं. ऐसा नहीं है हमेशा हमको सोने का दिन में या मौका मिलता है. जब अभी भारत मंडपम में बड़ा प्रोग्राम था, तो क्योंकि सेवा थी तो दिनचर्या भी मेंटेन करनी थी, और करती ही हूँ मैं. मेरा हमेशा लक्ष्य रहता है, जिसको बाबा कहता है सेवा और स्व का बैलेंस. तो 1 महीना तक मैं रात को सिर्फ 4 घंटा सोती थी. 11-12 बजे बहुत सेवा थी, 11-12 बजे सोती थी और अमृत वेले उठ जाती थी. और सारा दिन तो मेरे को बिल्कुल भी 1 मिनट भी लेटने का टाइम नहीं मिलता था. तो 1 महीना मैं सिर्फ 4 घंटा सोई हूँ, लेकिन मुझे कोई ऐसा फील नहीं हुआ कि मैं थकी हुई हूँ या मुझे सोना है. तो बाबा कितनी उसमें शक्ति देता है, मैंने ये देखा. आप संकल्प करो ना, तो बाबा बहुत शक्ति देता है ना. जो मैंने पहले भी बताया कि आप रात को ही अगर अलबेले संकल्प से सोएंगे तो अमृत वेला मिस होगा. ठीक है. അപ്പോൾ ദീദി ഇന്നലെ യാദവഗിരിയിലായിരുന്നു, അവർക്കായിരുന്നു ക്ലാസ്. അപ്പോൾ ദീദി അവിടെ ഡൽഹിയിൽ സേവനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യുമ്പോൾ ദീദി പറയുന്നു, ഇന്നാളിവിടെ പറഞ്ഞിരുന്നല്ലോ ഭാരത് മണ്ഡപത്തിൽ വലിയൊരു പ്രോഗ്രാം നടന്നത്. അപ്പോൾ ദീദിയായിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ദീദി പറയണ ആ 1 മാസത്തിൻ്റെ അതിനുള്ള തയ്യാറെടുപ്പിനിടയിൽ എനിക്ക് ഉറങ്ങാൻ പോലും പകലാകട്ടെ രാത്രിയാകട്ടെ അങ്ങനെ സമയം കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉച്ചക്കൊക്കെ ഒരു ഉറങ്ങാമെന്ന് എല്ലാ സമയത്തും ഉണ്ടാകും. എല്ലാ സമയത്തൊന്നും നമുക്ക് കിട്ടാറില്ല, കാരണം അത്രയും സേവയിൽ ബിസി ഉണ്ടാകും. അപ്പോൾ മാസത്തിൽ 4 മണിക്കൂർ മാത്രം ഉറങ്ങും. പക്ഷെ എന്നാൽ അതിൻ്റെ ക്ഷീണം ഒരിക്കലും അനുഭവപ്പെട്ടില്ല, ഞാൻ ഇത്ര ഉറങ്ങിയില്ലല്ലോ എന്നുള്ള തോന്നലുണ്ടായിട്ടില്ല. കാരണം ദിനചര്യ എപ്പോഴും അവർ എത്ര ബിസിയുള്ള സേവ നടക്കുമ്പോഴും ദിനചര്യ സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ആ ദിനചര്യ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാബയുടെ ശക്തി അത്രയും അവർക്ക് കിട്ടുമായിരുന്നു. എനിക്ക് ഉറങ്ങിയില്ല, ഉറങ്ങാൻ പറ്റിയില്ല, ക്ഷീണമാണ്, അങ്ങനെ ഒരു സങ്കല്പം പോലും വരാറില്ല. അപ്പം അതുകൊണ്ട് ദിനചര്യ നമ്മൾ ഉറപ്പായും പാലിച്ചിരിക്കണം. और दूसरा बाबा की श्रीमत है. बाबा कई बार मुरली में भी कहता है कि बच्चे कभी मुरली मिस नहीं करनी है ना. तो हमें भगवान कल्प में एक ही बार आकर हमारा टीचर बनकर हमें पढ़ाता है, और मुरली ही हमारा भगवान के साथ कनेक्शन है. मुरली और सेंटर, ये 2 चीज़ें ऐसी हैं जो हमें बाबा के साथ जोड़ती हैं. क्योंकि मुरली सुनने तो सेंटर पे ही जाएंगे. सेंटर किसने बनाए हैं? किसने कहा गली गली में सेंटर खोलो? किसने बोला? बाबा ने कहा ना. आपने साकार मुरलियों में सुना ही होगा, बाबा को ही होता था कि क्यों, बाबा जानता था आने वाले समय में बच्चे बढ़ेंगे तो सेंटर पर जो है बच्चे आएंगे तो वहाँ पर उनका ना वायुमंडल मिलेगा. तो सेंटर बाबा ने हम बच्चों के लिए बनाए हैं कि ताकि वहाँ पर हम बैठ करके प्यार से भगवान के महावाक्य सुने और अपनी अवस्था बनाएं. तो ये भी भगवान की हम बच्चों के प्रति श्रीमत है. तो रोज मुरली सुनना ये बहुत 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 जरूरी है. ये हमारी दिनचर्या है. तो इस दिनचर्या पे चलेंगे, क्या चलते हैं, क्या कहेंगे? ये दिनचर्या രണ്ടാമത്തെ ദിനചര്യയെ കുറിച്ച് പറഞ്ഞതാണ്. कौन रोज मुरली सुनता है? ഡെയിലി മുരളി കേൾക്കുന്നവർ കൈയുയർത്തിയ सभी सुनते हैं. अच्छा, इसमें से रोज कौन सेंटर जाकर मुरली सुनता है? तो बाकी कहाँ सुनते हैं?
है? मोबाइल सुनाता है मुरली? अच्छा, मोबाइल तो बड़ा अच्छा हो गया, आपको मुरली भी सुना देता है। अच्छा, अगर आपकी, है ना, अब इसमें जो ऑनलाइन सुनते हैं उनके लिए दूसरा प्रश्न है। ऑनलाइन वाले हाथ खड़ा करें। अच्छा, अब इसमें एक है आपकी कोई मजबूरी है, भाई वो समय आपको ऑफिस जाना है, वो माना ऑफिस टाइम है आपका, क्योंकि आजकल परिस्थितियां बदल गई हैं, माना जेन्युइन मजबूरी है, इस कारण से आप ऑनलाइन मुरली सुनते ही हैं, मजबूरी है आपकी, वो मजबूरी वाले हाथ खड़ा करें। അതായത് നിങ്ങൾ നിർബന്ധിതരാണ്, വീട്ടിലിരുന്ന് അങ്ങനെ കേൾക്കേണ്ടി വരും, കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യം എങ്ങനെയാണ്. ചിലവർക്ക് ആ ടൈമിലായിരിക്കും ഓഫീസിൽ പോകേണ്ടതായി വരിക. അതോ ചില അങ്ങനെ പറഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് മുരളി ടൈമിൽ സെൻറ്ററിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ നിർബന്ധിതരാണ് ഓൺലൈനിൽ മുരളി കേൾക്കേണ്ടതായി വരുന്നവർ, അങ്ങനെ ആരാ കൈ ഉയർത്താൻ? भाई ये मजबूरी वाले हैं, आप लोगों की मजबूरी, आप जाते ही नहीं है सेंटर, कि हफ्ते में 2 दिन जाते हैं, 3 दिन जाते हैं, या जाते ही नहीं है? സെൻറ്ററിൽ പോകാറുണ്ട്. ഈ ആഴ്ചയിൽ ഒരാഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും പോവോ, 1 പ്രാവശ്യം പോവോ, അല്ലെങ്കിൽ പോവേ ഇല്ല എന്നാണ്. പോകുന്നവരാരൊക്കെ ഉണ്ട്? ആഴ്ചയിൽ 2, ഹഫ്തെ में 2 बार. अच्छा, और मजबूरी है ना? वो माना मजबूरी जेन्युइन है, अपने बाबा से क्लैरिफाई किया हुआ है? ബാബയോട് നിങ്ങൾ ക്ലാരിഫൈ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ഇങ്ങനെ പറ്റൂ എന്നുള്ള രീതിയിലല്ല, അത് ബാബയായിട്ട് നിങ്ങൾ ക്ലാരിഫൈ बाबा या निमित्त से वेरीफाई कराया, छुट्टी ली है कि मेरी ये मजबूरी है? നിമിത്ത സിസ്റ്റർ നിങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്, കുഴപ്പമില്ല ആഴ്ചയിൽ 2 ദിവസം വന്നാൽ മതി എന്ന്. പരിസ്ഥിതി ആണെങ്കിൽ बोला हुआ है कि मेरी ये मजबूरी है, इस कारण से आप छुट्टी लेकर 2 दिन ले रहे हैं, निमित्त आत्मा से आपने छुट्टी ली है कि मेरी ये मजबूरी है, इसलिए मैं 2 दिन, वो सबने छुट्टी ली है कि कोई ऐसा है जिसने? എല്ലാവരും നിങ്ങളുടെ നിമിത്ത ടീച്ചറിനോട് പറഞ്ഞിട്ട് അവരുടെ പെർമിഷനിലൂടെയാണോ നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം വരുന്നത്? ഡെയിലി വരാൻ പറ്റാത്തതിന്റെ കാരണം അത് തന്നെയല്ലേ? എല്ലാരും പറഞ്ഞിട്ടാണോ? അപ്പൊ അതിലാരും കാലൊന്തി കൈ അല്ല കാലല്ല കൈ പൊന്തിക്കുന്നില്ല, उठाते ही नहीं हाथ. ബാക്കി എല്ലാരും കൈ പൊന്തിച്ചവരോ ഓക്കെ, ബാക്കി എല്ലാവരും കൈ പൊന്തിക്കാത്തവര്? नहीं, निमित्त से बोल रहे इनके सेंटर में दीदी पूरा लॉक बंद करके कहाँ चली जाती है, और ये सेंटर पे जाते विद्यार्थी तो बोलते ऑनलाइन में पढ़ो, ऑनलाइन में सुनो. ठीक है, वो फिर आपका ऊपर आपके मार्क्स नहीं कटेंगे, वो निमित्त आत्मा के मार्क्स कटेंगे, उस पर बोझ जाएगा. आप सेंटर गए, सेंटर आपको बंद मिला, लॉक मिला, तो वो आपकी गलती नहीं है, उसका सारा बोझ उस निमित्त आत्मा पर है. इसलिए ऐसे करते पहले से पहला दिन ही पूछ करके रखेंगे, कल आप रहेंगे उधर सेंटर पे, तब ये जाते हैं. ठीक है, आपकी जेन्युइन प्रॉब्लम है, समझ के. അപ്പൊ ദീദി പറയാണ് നിങ്ങളുടെ മാർക്ക് കയ്യിലൊന്നും കട്ടാവില്ല, പക്ഷെ സിസ്റ്റർക്ക് അതിന്റെ ബോധ്യം ഉണ്ടാകും. अब जिन्होंने परमिशन अपनी प्रॉब्लम नहीं सुनाई है, परमिशन नहीं ली है, वो निमित्त आत्मा से इसमें आपका कल्याण है, नहीं तो आपके 5 दिन की एब्सेंट लग जाएगी. അതായത് മുരളി എന്ന് പറയുന്നത് നമ്മുടെ ദിനചര്യയിൽ ഒന്നാമത്തെ കാര്യമാണ്. मैं ईश्वरीय कायदा आपको बता रही हूँ. ഈശ്വരീയ കാര്യമാണ് ദീദി പറയുന്നത്. അതായത് ഡെയിലി മുരളി കേൾക്കണം, അത് സെൻട്രലിൽ കേൾക്കണം എന്നുള്ളതാണ് ബാബയുടെ ശ്രീമതം.
പക്ഷെ നമുക്ക് പല കാരണവശാൽ അത്രയും നമ്മൾ നിർബന്ധിതരാവുകയാണ്, പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എങ്കിലും ഓക്കെ, കുഴപ്പമില്ല. ഇനി നിമിത്ത സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പെർമിഷൻ എടുത്തിട്ട് ഓൺലൈൻ കേൾക്കുകയാണ്, ശരി. ഇനി അങ്ങനെയുള്ള സാഹചര്യമാണ് എങ്കിൽ ഇപ്പൊ നേരത്തെ ഇവർ പറഞ്ഞതുപോലെ അവരുടെ മാർക്ക് കട്ടാവും, നിങ്ങളുടെ മാർക്ക് കട്ടാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദീദി പറയാണ്, ഇപ്പൊ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിമിത്ത സിസ്റ്റേഴ്സ് ആരാണോ അവരോട് നിങ്ങൾ പറയണം, എനിക്ക് ഇന്ന കാരണം കൊണ്ടാണ് വരാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, മുരളി കേൾക്കുകയാണെങ്കിൽ ഓക്കെ. കാരണം മുരളി എന്ന് പറയുന്നത്, മുരളിയിലൂടെ മാത്രമേ ഞാനും ബാബയും കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാബയും ഞാനും സംബന്ധം വരുന്നത് എപ്പോഴാണ്? മുരളിയിലൂടെയാണ്. രണ്ടാമത്തത് സെൻറ്ററും സിസ്റ്ററും ബ്രാഹ്മണരായിട്ട് കണക്ഷൻ വരുന്നത് സെൻറ്ററിൽ നിങ്ങൾ വരുമ്പോൾ മാത്രമാണ്. क्योंकि ये बाबा के कायदे हैं, जैसे मैं इसलिए आपके भले के लिए बोल रही हूँ, क्योंकि आप बल ऑनलाइन सुन रहे हो, लेकिन आपने निमित्त से तो छुट्टी ली नहीं. बाबा ने निमित्त को किस लिए बिठाया है ना? जैसे साकार बाबा ने कईयों के गंधर्वी विवाह कराए, है ना, तो वो गंधर्वी विवाह बाबा ने कराए, इसलिए बाबा जवाबदार है. और कोई अपनी मर्जी से ही शादी कर रहे हैं और कह रहे हैं हम गंधर्वी विवाह कर रहे हैं, तो वो कोई गंधर्वी विवाह नहीं है. അപ്പൊ നമ്മള് നിമിത്തരായിരിക്കുന്ന സഹോദരിമാരോട് പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്നൊന്നും പറയാതെ നമുക്ക് ഇഷ്ടപ്രകാരം നമുക്ക് വരാൻ സാധിക്കുമെങ്കിലും നമ്മൾ ഓൺലൈനിൽ തന്നെ, എല്ലാവരും ഓൺലൈനിൽ, അപ്പൊ ഞാനും ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് മുരളി കേൾക്കുകയാണെങ്കിൽ 5 ദിവസം ആബ്സെന്റ് ആയിരിക്കും സെന്ററിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ദീദി പറയണ ഉദാഹരണാർത്ഥം, അതായത് നമുക്കതിൽ ലാഭമേ ഉണ്ടാവുള്ളൂ. ദീദി പറയാണ്, ഇത് എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മംഗളമേ ഉണ്ടാവുകയുള്ളൂ ബാബയുടെ മുരളി റെഗുലർ ആയിട്ട് സെന്ററിൽ കേൾക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ശ്രീമതത്തിലൂടെ പാലിക്കുകയാണെങ്കിൽ. ഇപ്പൊ ഉദാഹരണത്തിന് സാകാര ബാബ ഉണ്ടായ സമയത്ത് ചിലർക്ക് ഗാന്ധർവ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, അവരിന്നും സെന്റർ പരിപാലിക്കുന്നവരാണ്. സാധാരണ അല്ല, അന്ന് ബാബയ്ക്ക് അറിയാം ആ കുട്ടികളുടെ നന്മ എന്താണ് അവർ പക്കയാണെന്നുള്ളത് എന്ന് വിചാരിച്ച് അവരന്ന് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് അവരവർ തോന്നിയതുപോലെ പരസ്പരം അങ്ങ് കഴിച്ചു നടന്നാല് അതിനൊരിക്കലും ബാബ അംഗീകരിക്കില്ല. അതിൽ ലാഭം ഉണ്ടാവും. अच्छा ठीक है, समझ आ गया है ना? क्योंकि नहीं तो आपके अननेसेसरी मार्क्स कट जाएंगे. तो अपने मार्क्स नहीं कटाओ, आप निमित्त के साथ हमको, क्योंकि बाबा ने बिठाया है ना, तो उनको बताना जरूरी है. अब जो बाकी बच गए, जो मुरली ऑनलाइन, ना मजबूरी है, ना ऑफलाइन, ना ऑनलाइन, ना मजबूरी, वो कौन बच्चे हैं? वो जरा हाथ उठाएं. ഇനി ഓൺലൈനിലും ഇല്ല, മുഴുവൻ ദിവസം ഓഫ്ലൈനിലും ഇല്ല, മുരളിയെ കേൾക്കാറില്ല, ഇങ്ങനെ പട്ടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വരിക, പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ സെൻറ്ററിൽ പോവുക, അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താം. നാണക്കേടൊന്നും ഇല്ല ഇതില്, അങ്ങനെയുള്ള കുട്ടികളില്ല ഇതില്. സിസ്റ്റേഴ്സ് ഇവിടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടോ? कोई भी नहीं है. वन संडे नहीं, वो मजबूरी है आपको. बस मैंने आपको बताया, वो अपनी बहन जी को सेंटर पर आपको वो बताना बहुत बहुत ज़रूरी है. और जब ये ईश्वरीय विश्वविद्यालय है, अगर आप ईश्वरीय विश्वविद्यालय में स्कूल से आज एब्सेंट होते हैं, छुट्टी लेते हैं कि आज हम सुबह मुरली सुनने नहीं आएंगे, तो एक व्हाट्सएप मैसेज डाल दो कि आज मैं नहीं आ सकता, मुझे आज सुबह ब्लड टेस्ट कराने डॉक्टर के पास जाना है. तो एक मैसेज डाल दो, उसमें क्या है, आप सेफ हो गए, आपको उसके मार्क्स, आपकी एब्सेंट नहीं लगेगी. बाबा कई बार कहता है ना, मैं बच्चों का रजिस्टर देखता हूँ, तो उसमें फिर आपकी एब्सेंट नहीं लगेगी. അതായത് ബാബ പറയാറുണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട്, രജിസ്റ്റർ ബുക്ക് ഉണ്ട്, കുട്ടികൾ വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്താണെന്നുള്ളത്. അപ്പം നമുക്ക് വരാൻ പറ്റില്ല, പോകാൻ പറ്റില്ല എങ്കിൽ ജസ്റ്റ് ഇപ്പോഴത്തെ ഈസി സംവിധാനം ഉണ്ടല്ലോ, വാട്സപ്പ് അയക്കുക, സിസ്റ്റർ എനിക്ക് വരാൻ പറ്റില്ല ഇന്ന കാരണം കൊണ്ടാണ്. അഥവാ കാരണമൊന്നും പറയുന്നില്ല, നമ്മൾ അങ്ങനെ ആക്സിഡന്റ് ആകും. കാരണം ബാബയാണ് അവരെ നിമിത്താക്കി ഇരുത്തിയിരിക്കുന്ന ആ സെന്ററിൽ. അപ്പം അവരോട് പറയേണ്ടത് നിങ്ങളുടെ ഏറ്റവും വലിയ നിയമമാണ്. അപ്പം അവരോട് അത് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ പുസ്തക രജിസ്റ്റർ നോക്കിയാൽ ഫുൾ ആബ്സെന്റ് ആയിട്ടും ഉണ്ടാവുക. അപ്പോൾ വെറുതെ എന്തിനാ മാർക്കും, വെറുതെ എന്തിനാണ് ആബ്സെന്റ് ഇട്ട് വെക്കേണ്ടത്? അതുകൊണ്ട് അതിൻ്റെതായിരിക്കുന്ന നിയമം ബാബ എന്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പാലിക്കുക. മുരളി മസ്റ്റ് കേൾക്കുക വേണം. പക്ഷെ അതെങ്ങനെയെന്നാണ് ദീദി പറഞ്ഞത്.
क्योंकि आप सबको मालूम है कि स्कूल में अटेंडेंस के भी मार्क्स होते हैं ना, और अगर अटेंडेंस कम हो तो फाइनल एग्जाम में अपीयर भी नहीं होने देते हैं. സ്കൂളിൽ അങ്ങനെ തന്നെയല്ലേ, ഇത്ര അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ ഫൈനൽ എക്സാമിൽ ഇരുത്തുള്ളൂ എന്ന് പറയാറില്ലേ. അതിൽ കൂടുതൽ ആബ്സെന്റ് ആണെങ്കിൽ പിന്നെ ആരും അവിടെ ഇരുത്താം. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇത് ഈശ്വരീയ വിശ്വവിദ്യാലയമാണ്, സാധാരണ വിദ്യാലയമല്ല. तो इसीलिए मुरली से प्यार कैसे भी करके, भक्ति में तो गायन है, गोप गोपियाँ मुरली सुनने भागती थी, सब काम छोड़कर भी मुरली सुनने भागती थी, है ना. तो इसीलिए, और जो मुरली सेंटर पर बैठ के, जो बाबा के बनाए हुए सेंटर हैं, वहाँ पर बैठ के उसमें वायुमंडल होता है, संगठन का बल होता है, और बाबा भी उस समय जहाँ ब्राह्मण इकट्ठे बैठकर मुरली सुन रहे होते हैं, बाबा भी वहाँ चक्कर लगाता है. तो बाबा की भी उसमें शक्ति होती है. इसमें कई राज हैं, क्योंकि बाबा कहाँ जाता है, जहाँ ब्राह्मणों का संगठन है ना. तो आप अकेले बैठ के मुरली सुनेंगे तो अकेले के लिए तो बाबा चक्कर लगाने नहीं आता है, लेकिन जहाँ ब्राह्मणों का संगठन होता है वहीं बाबा भी होता है. तो इसमें कई गुप्त राज हैं. इस राज को समझते हुए जो बाबा ने हमें श्रीमत दी है ना, अपनी तरफ से पूरी कोशिश करनी चाहिए कि हम सेंटर जाकर, सम्मुख जाकर के, अब सेंटर की मुरली ही सम्मुख है, तो वहीं जाकर के हम मुरली सुने. അതായത് സെൻറ്റർ ആരാണ് ഉണ്ടാക്കിയത്? ബാബ. ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്? എനിക്ക് വേണ്ടി ബാബ ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ഒരു രഹസ്യം ഉണ്ടാവുമല്ലോ. ബാബ വെറുതെ അല്ലല്ലോ സെൻറ്ററിൽ പോയി മുരളി കേൾക്കുക എന്ന് പറയുന്നത്. അപ്പം അതിൻ്റേതായിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങളുണ്ട്. ഒന്ന്, ആ വാതാവരണത്തിൽ നമ്മൾക്ക് ഇരിക്കാൻ പറ്റും. രണ്ടാമത്തേത് ബാബയുടെ ആ വൈബ്രേഷൻ അവിടെ ഉണ്ടാകും. മൂന്നാമത്തെ, എവിടെ ബ്രാഹ്മണരുടെ സംഘടനയുണ്ടോ അവിടെ ബാബ വന്നിരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വീട്ടിൽ ആ വാതാവരണത്തിൽ, അങ്ങനെയുള്ള വാതാവരണം ആയിരിക്കണം എന്നില്ല. അവിടെയൊക്കെ നിങ്ങൾ മുരളി കേൾക്കാനിരിക്കുമ്പോൾ അത് ഏത് രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ടല്ലല്ലോ ഇരിക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ബാബ അവിടെ എത്തുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അതായത് ബാബ ഏത് നിയമത്തിലൂടെയാണോ കേൾക്കാൻ പറഞ്ഞ ആ നിയമത്തിലൂടെ മുരളി കേൾക്കാനുള്ള ആ ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം. बाकी आगे की दिनचर्या बाबा कहता है, कर्म करते हुए भी बीच बीच में 1 मिनट समय निकालकर अशरीरी बनो, मुझे याद करो, जिसको कर्म योग कहते हैं. तो वो भी हमारी दिनचर्या का अभी हिस्सा है, वो भी हमें बीच बीच में प्रैक्टिस करना है. फिर शाम को बाबा कहता है नुमा शाम योग, है ना, 6:30 से 7:30 होता है, उतना नहीं तो आधा घंटा. तो शाम को भी हम कैसे भी करके समय निकाल करके योग करें. और रात को बाबा कहता है, बाबा को चाट दे करके बाबा की गोद में सो जाएं. तो ये हमारी ब्राह्मणों की दिनचर्या है, जिसे हमें मेंटेन करना है. അതുപോലെ മുരളി കഴിഞ്ഞാൽ നെക്സ്റ്റ് ദിനചര്യ പറഞ്ഞതാണ് കർമ്മം ചെയ്തുകൊണ്ട്, ഏത് കർമ്മം ചെയ്യുമ്പോഴും കർമ്മയോഗിയായി ചെയ്യുക എന്നുള്ളത്. ബാബ പറയില്ല കർമ്മം എന്തായാലും ചെയ്യേണ്ടതായിട്ട് വരും, പക്ഷെ അതിൻ്റെ ഇടയിൽ ബാബ പറഞ്ഞ 1 മിനിറ്റ് സമയം കണ്ടെത്തി അശരീരിയാകാനുള്ള അഭ്യാസം ചെയ്യുക. അപ്പം അതിലൂടെ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെയാണ് സന്ധ്യായോഗത്തിൻ്റെ കാര്യമാണെങ്കിൽ 1 മണിക്കൂറാണ് സമയമെങ്കിൽ 6 മുതൽ 7:30 വരെ. അത്രയും സമയം പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പകുതി പറഞ്ഞാൽ അരമണിക്കൂറെങ്കിലും സന്ധ്യായോഗത്തിന് നമ്മൾ ശ്രദ്ധ കൊടുത്ത് സന്ധ്യായോഗം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബാബ ഏതെല്ലാമാണോ ബ്രാഹ്മണർക്ക് ആകെ കുറച്ചേ ഉള്ളൂ അത് പാലിക്കുകയാണെങ്കിൽ, അത് അതുപോലെ തന്നെ പാലിക്കുകയാണെങ്കിൽ അതിലൂടെ നമ്മുടെ തന്നെയാണ് മംഗളം ഉണ്ടാവുക. और हमेशा ये बात याद रखना कि कमल का फूल कीचड़ में ही खिलता है. तो कीचड़ होगा आपके आसपास, लेकिन उस कीचड़ से भी हमें न्यारा रहना है ना. कीचड़ के प्रभाव में नहीं आना. जैसे बाबा हमेशा कहता है कमल का फूल, और गुलाब का फूल भी कांटों के साथ होता है ना. तो कांटे भी हैं, कीचड़ भी है, सब कुछ है, उसी में ही हमें खिलना है. ये एक्सपेक्ट ना करें कि मेरे जीवन में परिस्थितियां ना आए या बाबा ये हो जाए फिर उसके बाद मैं अपनी अवस्था बना लूँगा. नहीं,
हमें परिस्थितियों में ही अपनी स्थिति बनानी है. ദീദി പറയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പരിതസ്ഥിതികൾക്കിടയിലും എൻ്റെ സ്ഥിതിയെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കണം. അത്തരത്തിലാണ് ബ്രാഹ്മണനായിരിക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ, അഴുക്കുകൾക്കിടയിലാണ്, അതെപ്പോഴും താമര വിടരുന്നത് എവിടെ? അഴുക്കുകൾക്കിടയിൽ നിന്ന് അത് വിടരുകയാണ് അല്ലെ? അതുപോലെ തന്നെ റോസാപ്പൂവ് മുള്ളുകൾക്കിടയിൽ നിന്നാണ് പുഷ്പമാകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, അത് ബ്രാഹ്മണ ജീവിതത്തിലാകട്ടെ, നമുക്ക് ചുറ്റും അഴുക്കുകൾ ഉണ്ടാകാം, നമുക്ക് ചുറ്റും മുള്ളുകൾ പോലെയുള്ളതും ഉണ്ടാകാം. പക്ഷെ എൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? അഴുക്കുകൾക്കിടയിലും ഞാൻ എങ്ങനെ വിടരണം? താമരയെ പോലെ. മുള്ളുകൾക്കിടയിലും ഞാൻ എങ്ങനെ ഉണ്ടാകണം? വിടർന്ന റോസാ പുഷ്പത്തെ പോലെ. അല്ലാതെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ശ്രദ്ധിക്കരുത്. അയ്യോ മായ വരാതിരിക്കട്ടെ, പ്രശ്നങ്ങൾ വരാതിരിക്കട്ടെ, അഥവാ ഇന്ന കാര്യം ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ റെഗുലർ ആകാം, അഥവാ ഇന്ന കഴിഞ്ഞ ശേഷം ഞാൻ പക്കയായി മാറാം. അങ്ങനത്തെ ചിന്തയിൽ ഒരിക്കലും നമ്മൾ പോകരുത്. എല്ലാത്തിൻ്റെ ഇടയിൽ ഇരിക്കെ തന്നെ ഞാൻ എന്താകണം? ലോട്ടസ് ആകാൻ മാറാൻ പറ്റണം. മുള്ളുകൾക്കിടയിൽ എനിക്ക് റോസാപ്പൂ ആകാൻ പറ്റണം. ठीक है, तो ये दो मेन मेंटेनेंस के लिए मैंने आपको पॉइंट बता दिए. एक अपनी दिनचर्या पे अटेंशन रखना, और दूसरा पर चिंतन, पर दर्शन और पर मत से अपने आप को हमें बचाना है ना, परोपकारी बनना है और इससे अपने आप को बचाना है. ये अटेंशन दो बातों का आप रखेंगे तो भट्टी में आपने जो अपनी अवस्था बनाई है तो उसको आप बहुत अच्छा मेंटेन कर पाएंगे. ദീദി നമുക്ക് ഫൈനലായിട്ട് കാര്യം പറഞ്ഞു തരാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. ദീദി ഇത്രയും ജ്ഞാനം നമുക്ക് നൽകി, നമ്മുടെ അവസ്ഥയെ ഇത്രയും ഉയർത്തി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമുക്കിടയിൽ വരുന്ന പ്രശ്നങ്ങളും പറഞ്ഞു തന്നു വളരെ എക്സാമ്പിളായിട്ട്. അപ്പോൾ ചെളിയാണെങ്കിലും ശരി, മുള്ളാണെങ്കിലും ശരി, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് കാര്യത്തിലാണ്? ഈ രണ്ട് കാര്യം, മുള്ളുകളിലും പൂക്കളാവണം, അതുപോലത്തെ ചെളിയിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് പറഞ്ഞത് എന്താണ്? നമ്മൾ ദിനചര്യയെ നിർബന്ധമായും അതുപോലെ പാലിച്ചിരിക്കണം. രണ്ടാമത്തത് പരമത്ത്, പരദർശൻ, പരചിന്തൻ, നമ്മൾ ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തമായിരിക്കണം. പകരം പരോപകാരം ചെയ്യാം. അപ്പം ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മുടെ ബ്രാഹ്മണ ജീവിതത്തെ ഇനി മുന്നോട്ട് ഈ അവസ്ഥയെ ഒന്നും കൂടി ഉയർത്തി കൊണ്ടുപോകാനുള്ള ദീദി തരുന്ന നമുക്ക് ശിക്ഷണമാണ്. എല്ലാവരും ഒന്ന് കൈയടിക്കാലോ. ഇത് കൈയടിച്ചത് ഉറപ്പ് കൊടുത്തു എന്നാണ്. ദീദി ഇത്ര നേരം നമുക്ക് നൽകിയ आपने जो हमारे अंदर ज्ञान रत्न भरे, आप जो आपके अनुभव द्वारा हमको इतना एग्जाम्पल द्वारा हमको अपने जीवन को और श्रेष्ठ बनाने के लिए युक्तियाँ भी दी और शिक्षण भी दिया. आपको हमारे दिल से, कन्नौर वालों से और कोच्चि वालों से अगले समय आप जब भट्टी कराने के लिए आएंगे तब हम ये करके दिखाने का कयड़ियाണ്. कोई अनुभव शेयर करना चाहता है? वो बाद में है रखा? हाँ, बाद में अच्छा, ठीक. യോഗം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫ്രഷായി തിരിച്ച് ഒരു 11:45 ആകുമ്പോൾ വരും. 11:15 को वापस पहुंचना है. अभी टी ब्रेक का टाइम. सुखद सलो